ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ കനത്ത ഒരു പോരാട്ടത്തിന് തന്നെയാണ് സാധ്യത ഒരുങ്ങുന്നത്. അതിനായി കേരള കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് വിനു ജോബിനെയാണ്. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ എത്രത്തോളമാണ് ഒരു വിജയ സാധ്യത കാണുന്നത്? എങ്ങനെയായിരിക്കും ഇത്തവണ അവിടുത്തെ ഒരു പ്രചരണവും രീതിയും കാര്യങ്ങളും? ചങ്ങനാശ്ശേരി തീർച്ചയായിട്ടും നല്ല വിജയ സാധ്യതയാണ്. സാധ്യത എന്ന് പറയാൻ കാര്യം, വർഷങ്ങളായിട്ട് ചങ്ങനാശ്ശേരി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ട എന്ന് പച്ച രാഷ്ട്രീയത്തിൽ ഭാഷയെ പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ രാഷ്ട്രീയത്തിൽ ചിലപ്പം നമുക്ക് ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് പലർക്ക് വോട്ട് മാറി ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്കറിയാമല്ലോ. എന്നതുപോലെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കഴിഞ്ഞ തവണ അങ്ങനെ ഇടതുപക്ഷ മുന്നണി ജയിച്ചു. ഇത്തവണ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ആ പറ്റിപ്പോയ അബദ്ധം ഇനി പറ്റാതിരിക്കാൻ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയെ ചങ്ങനാശ്ശേരി 100% UDF ഇത്തവണ വിജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് സാമുദായിക സംഘടനകളൊക്കെ വലിയ സ്വാധീനമുള്ളതാണ്. പ്രത്യേകിച്ച് NSS, SNDP, അതേപോലെ തന്നെ കത്തോലിക്ക സഭ, ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയൊക്കെ വലിയ ഒരു ശക്തിയാണ് അവിടെ. അപ്പോൾ ഈ സമുദായ സംഘടനകളെയൊക്കെ എത്തരത്തിൽ നമുക്ക് നമ്മുടെ പിന്തുണ നമുക്ക് എത്രത്തോളം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സമുദായ സംഘടനകൾ തീർച്ചയായിട്ടും അവരെല്ലാം ഏറെ ബഹുമാനപൂർവ്വം കാണുന്നതാണ് ഐക്യജനാധിപത്യ മുന്നണി എല്ലാ നേതാക്കന്മാരും. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി നാനാജാതി മതസ്ഥർ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചങ്ങനാശ്ശേരി മാത്രമുള്ളൂ കേരളത്തിൽ ഇതുവരെയായിട്ടും ഒരു വർഗീയ സംഘടന പോലും ഉണ്ടാകാത്ത സ്ഥലമാണ് ചങ്ങനാശ്ശേരി. കാരണം ഇവിടുത്തെ ആ ഓരോ മതവിശ്വാസികളുടെയും മത നേതാക്കന്മാരും ഒരു കാവൽക്കാരായിട്ടാണ് ചങ്ങനാശ്ശേരി ഇരിക്കുന്നത്. ഒരിക്കലും സമ്മതിക്കണം. നിങ്ങൾക്കറിയാം, ക്രിസ്മസ് സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസംബർ സമയം, ന്യൂ ഇയർ സമയം, ചങ്ങനാശ്ശേരിയിലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് കൂടുന്ന സമയം, ചന്ദനക്കടവുണ്ട്, ചെറുപ്പുത്സവമുണ്ട്, ക്രിസ്മസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും തോളോട് തോൾ ചെയ്യുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. ഇതുപോലെ ജനകീയമായിട്ടുള്ള ഒരു മതസൗഹാർദ്ദ നാട് ചങ്ങനാശ്ശേരി മാതിരി കേരളത്തിലില്ല. അതിപ്പോൾ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് എത്രയും നല്ല താല്പര്യവും ജയസാധ്യതയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണ് ഇത് UDF കൈവിട്ടു പോയത്. ഇത്തവണ ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിലും അവിടെ UDF വലിയ മുന്നേറ്റം ഈ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോകാം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സാരമായ വോട്ടിന് തോറ്റുപോയത് ഐക്യജനാധിപത്യ മുന്നണി. ഇത്തവണ 17,000 വോട്ടിനാണ് UDF നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷന് ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുമാനിക്കാമല്ലോ ചങ്ങനാശ്ശേരി ഇത്തവണ ആര് ജയിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത്തവണ അവിടെ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് രാഷ്ട്രീയമായിരിക്കുമോ അതോ അവിടുത്തെ വികസനങ്ങളായിരിക്കും? രാഷ്ട്രീയവും വികസനവും തീർച്ചയായിട്ടും. രാഷ്ട്രീയം എല്ലാത്തിനും, വികസനമാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയത്തിലെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയമുണ്ട്, വ്യക്തമായിട്ട് രാഷ്ട്രീയം ഇത്തവണ ചങ്ങനാശ്ശേരി കാണും. കാരണം എങ്ങനെയെങ്കിലും UDF സർക്കാർ ജയിക്കണം, അധികാരത്തിൽ വരണം എന്നൊരാഗ്രഹം ഐക്യജനാധിപത്യ മുന്നണിക്കാർക്ക് മാത്രമല്ല, ഞാൻ പറയുന്നു ഇടതുപക്ഷത്തിലെ പല ആൾക്കാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ നിങ്ങൾ അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തെല്ലാം കാര്യങ്ങളും അഴിമതികളും അതിനെപ്പറ്റി ഒന്നും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ജോലി ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ചങ്ങനാശ്ശേരി സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ആ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളത്. ഈ വിനു ജോബിൻ്റെ പേര് തുടക്കം തൊട്ടേ, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ചർച്ചകളിൽ തുടക്കം തൊട്ടേ ഉയർന്നു വരുന്ന ഒരു പേരാണ്. എന്നാലും പ്രഖ്യാപനം വരാൻ കുറച്ച് വൈകി. അതായത് LDF ഓൾറെഡി ഒരു ദിവസവും കൂടെ മുന്നേ പ്രഖ്യാപനം വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാകുമോ, ഒരു വെല്ലുവിളിയാകുന്നു? ഇല്ല, സാധാരണഗതിക്ക് നമുക്കറിയാമല്ലോ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പലർക്കും ആഗ്രഹം കാണും. MLA ആകാനും MP ആകാനും പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനും ഒക്കെ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിച്ചു, എന്നോടൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ചു, കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചു. എന്തിന്, മുസ്ലിം ലീഗ് എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. പക്ഷേ അവസാനം വരുമ്പോഴേക്കും ഒരു സ്ഥാനാർത്ഥിയെ മുന്നണി തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തീർച്ചയായിട്ടും മുന്നണിക്കാർ മുഴുവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ചങ്ങനാശ്ശേരി പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിന് വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃക്കടിത്താനം ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. ഏകദേശം 8,000 വോട്ടിന് ഇടതുപക്ഷം ജയിച്ചിരുന്ന ആ സ്ഥലത്താണ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞത്. തൃക്കടിത്താനം പഞ്ചായത്ത് 25 വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായിട്ടാണ് ആ പഞ്ചായത്ത് വിജയിക്കുവാൻ കഴിഞ്ഞത്. നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായി ഭരിക്കുന്നു. ഓരോ പഞ്ചായത്തിലും എടുത്തു നോക്കൂ, വാഴപ്പള്ളിയുണ്ട്, എല്ലായിടത്തും തന്നെ മാടപ്പള്ളിയുണ്ട്. മാടപ്പള്ളിയൊക്കെ നഷ്ടപ്പെട്ട പഞ്ചായത്താണ്, തിരിച്ചു പിടിച്ചു. വാഴപ്പള്ളി ഭരിക്കുന്നുണ്ട്, തൃക്കടിത്താനം ഭരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും, ഓരോ സ്ഥാനാർത്ഥികൾക്കും അതത് മണ്ഡലത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകും. എന്തുണ്ടാവണം, ഇനി വരുന്ന ആളുകളിൽ എന്താണ് ആവശ്യം? ഇപ്പോൾ ചങ്ങനാശ്ശേരിക്ക് ഇനി വരുന്ന ആളുകളിൽ എന്താണ് ആവശ്യമെന്നാണ് മനസ്സിൽ കാണുന്നത്? ചങ്ങനാശ്ശേരി നിരവധി വികസന സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്.
ഞാൻ പറയും നമ്മുടെ തൊട്ട് പടിഞ്ഞാറ് വശം നോക്കിയാൽ നല്ല ബാക്ക് വാട്ടേഴ്സ്, ടൂറിസത്തിന് ഏറ്റവും നല്ല സ്ഥലം. തെക്കോട്ട് പോകാമെങ്കിൽ നമ്മുടെ കോവളം മാതിരിയുള്ള സ്ഥലങ്ങൾ, ട്രിവാൻഡ്രം അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ, കിഴക്കോട്ട് പോകാമെങ്കിൽ നല്ല ഹൈ റേഞ്ചുകളെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കാൻ, ഒരു ഗേറ്റ് വേ ഓഫ് ടൂറിസം ആക്കാനൊക്കും ചങ്ങനാശ്ശേരി എന്ന് പറയും. നിരവധി സാധ്യതകളുണ്ട് വിദ്യാഭ്യാസ ഹബ്ബാകാനൊക്കും. പക്ഷെ നമുക്ക് വെറും കെട്ടിടങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. ആ കെട്ടിടത്തിനുള്ളിൽ കിട്ടുന്ന സേവനമാണ് ജനങ്ങൾക്ക് ആവശ്യം. വലിയൊരു കെട്ടിടം പണിതിട്ട് മാത്രമല്ല, ഞാൻ കെട്ടിടം പണിതാൽ കുറ്റം പറയുകയില്ല, അതിനുള്ളിൽ കിട്ടുന്ന സേവനമാണ് ജനങ്ങൾക്ക്. സൗന്ദര്യം കെട്ടിടത്തിനല്ല വേണ്ട, ആ സേവനത്തിനാണ് സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും. ഏതായാലും ഇത്തവണ ചങ്ങനാശ്ശേരിയിൽ മറിച്ചൊന്ന് ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ആലോചിക്കില്ല. ഉറപ്പായി UDFിനൊപ്പം തിരികെ ഈ മണ്ഡലത്തെ കൊണ്ടുവരും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് വിനു ജോബ് പങ്കുവയ്ക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ UDFിന് ഈ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വലിയൊരു മേൽക്കൈ, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു വലിയ മേൽക്കൈ, അത് തനിക്ക് ഇത്തവണ അനുകൂലമായി തന്നെ നിലനിൽക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലുമാണ് വിനു ജോബ്. ക്യാമറമാൻ യുത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.